ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ കെമിസ്ട്രി പഠിച്ച പോലെ നമുക്ക് ഫിസിക്സ് പഠിക്കണ്ടേ? സോ ലെറ്റ് സ്റ്റാർട്ട് ലേണിംഗ് ഫിസിക്സ്. ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പം നമുക്ക് എന്താ പറയുകയെന്ന് വെച്ചാൽ ഫിസിക്സിലെ മെജോറിറ്റി ചാപ്റ്റേഴ്സും ബേസ്ഡ് ഓൺ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. അതുകൊണ്ട് ഫിസിക്സ് +2 ബോറാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ബട്ട് എന്തായാലും പഠിച്ചല്ലേ പറ്റൂ, ബിക്കോസ് വി ഹാവ് ടു സക്സീഡ്, റൈറ്റ്? വി ഹാവ് ടു ഫേസ്, വി ഹാവ് ടു ലേൺ ഓൾ ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ ലേറ്റാണ്. ഇപ്പോൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പം നമുക്ക് പഠിക്കാം. നമുക്കറിയാം ചാർജസ്, ഇലക്ട്രിക് ചാർജ് ഉണ്ട്, അറ്റോമിക് ചാർജ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർജ് ഉണ്ട്. ഇലക്ട്രിക് ചാർജ് മീൻസ് നമ്മുടെ ഫോണിലെ ബാറ്ററി ലോ ആയാൽ നമ്മൾ ബാറ്ററി ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർജ് ചെയ്യും ഫോൺ. അത് വൺ ടൈപ്പ് ഓഫ് ചാർജ്. അറ്റോമിക് ചാർജ് പറയുമ്പം ഇതാണ് ജസ്റ്റ് ലൈക്ക് ദിസ്, ഒരു സ്ട്രക്ചർ ഓഫ് ആറ്റം ആണെന്ന് വിചാരിക്കുക. അപ്പം നമുക്കറിയാം, നമ്മൾ ആദ്യം പഠിച്ചാണ്, കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ പ്രോട്ടോൺസും ബാലൻസ്ഡ് അല്ലെങ്കിൽ ന്യൂട്രൽ ചാർജ് ആയ ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുമ്പം തന്നെ അതിൽ വി ഇൻക്ലൂഡ് ബോത്ത് പ്രോട്ടോൺസ് ആസ് വെൽ ആസ് ന്യൂട്രോൺസ്. ആൻഡ് വി ഓൾസോ നോ ദാറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അപ്പം ഇതൊരു നെഗറ്റീവ് ചാർജാണ്, ഇതൊരു പോസിറ്റീവ് ചാർജാണ്, അങ്ങനെ അവിടെയും ചാർജ് വന്നു. ഓക്കെ, അപ്പം നമുക്ക് ചാർജിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എന്താണ് ചാർജ്, ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്, അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്താണ്? സോ ലെറ്റ് സ്റ്റാർട്ട് ലേണിംഗ്. ഇപ്പം ചാർജ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണ് ക്യാപിറ്റൽ ക്യൂ അല്ലെങ്കിൽ സ്മോൾ ക്യൂ. ഇറ്റ്സ് യുവർ ചോയ്സ്. സ്മോൾ ക്യൂ ആയാലും ക്യാപിറ്റൽ ക്യൂ ആയാലും നോ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, യൂണിറ്റ് ഓഫ് ചാർജ്. നമുക്കറിയാം യൂണിറ്റ് ഓഫ് SI യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ്സ് ആണ്, ലെങ്ത് മീറ്റർ ആണ്, മാസ് കിലോഗ്രാംസ് ആണ്. അതുപോലെ ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൂളൂംബ്. ഇതിന് നമ്മൾ കൂളോം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരം പ്രൊണൗൺസിയേഷൻസ് ഉണ്ട്. അതെല്ലാം യുവർ ചോയ്സ് ആണ്. കാരണം നമ്മളിപ്പോൾ ഓരോ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞിരുന്ന പോലെയാണ് നമ്മൾ പഠിക്കുക. നമ്മൾ ഫസ്റ്റ് ആയിട്ട് എന്താ പഠിക്കുന്നത് അതുതന്നെ ആയിരിക്കും നമ്മൾ റിപ്പീറ്റായിട്ട് നമ്മളെ വായിന്ന് തന്നെ വരിക. അപ്പം കൂളൂംബ് ഞാൻ പറയും, നിങ്ങളെ പ്രൊണൗൺസിയേഷൻ കൂളോംബ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കൂളൂംബിൻ്റെ സിമ്പിൾ C ആണ്. വി റെപ്രസെൻറ്റ് കൂളൂംബ് ആസ് C. അപ്പോൾ യൂണിറ്റ് ഓക്കെ ആയി, സിമ്പിൾ ഓക്കെ ആയി. നെക്സ്റ്റ് വൺ, ചാർജ് അഡിക്റ്റീവ് ആണ്. നമ്മൾ ഇതൊരു ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ബോഡിയിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ പാർട്ടിൻ്റെയും ഇൻഡിവിജ്വൽ ചാർജിൻ്റെ സമ്മാണ്. ദറ്റ് ഈസ് ടോട്ടൽ ചാർജ് ഓൺ ദിസ് ബോഡി ഇസ് ദ സം ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ ചാർജസ്. ഓരോ ഭാഗം, ഈ ഭാഗം, ഈ ഭാഗം, ഈ ഭാഗം, അങ്ങനെ ഓരോ ഭാഗത്തിൻ്റെ ആയിട്ടുള്ള ചാർജാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മാണ് നമ്മുടെ ഈ ബോഡീൻ്റെ ടോട്ടൽ ചാർജ്. രണ്ടാമത്താണ് മെയിൻ പോയിന്റ്, കൺസർവേറ്റീവ്. ഇപ്പോൾ കൺസർവേറ്റീവ് എന്താണ്? നമുക്കറിയാം, നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സെയിം ലൈക്ക് ദാറ്റ് ഇൻ ഫിസിക്സ് വി ആർ ഗോയിങ് ടു ലേൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. Same statement and can neither be created nor destroyed in a chemical reaction. അല്ലെങ്കിൽ ഏതൊരു റിയാക്ഷൻ, ഏതൊരു പ്രോസസ്സ് ആയാലും ചാർജ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയൻറ്റ്. എന്താണത്? ഒന്നുമില്ല, അത് കാണുമ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നി. റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയൻറ്റോ, വാട്ട് ഈസ് ദാറ്റ്? ഈസിയാണ്. നമ്മുടെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ചാർജിൻ്റെ വാല്യൂ അതിൻ്റെ വെലോസിറ്റിയുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മളിപ്പോൾ ഈ ബോഡിയിൽ, ഇതൊരു ചാർജ് ബോഡി ആണെങ്കിൽ ഈ ബോഡി മൂവ് ചെയ്യുമ്പം ഈ ചാർജിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ചാർജിൻ്റെ വാല്യൂ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി. അപ്പം നമ്മൾ ഈ പോയിന്റ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം പഠിക്കാം. നമ്മുടെ ചാർജ് എന്ന് പറഞ്ഞ സംഭവം ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി ആണെങ്കിലും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാസിന് നമ്മുടെ ചാർജസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ സംഭവങ്ങൾ എപ്പോഴും ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും. അതെങ്ങനെയാണ് മനസ്സിലാക്കുക?
എന്തെയും റിപ്പൽ ചെയ്യും. അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. രണ്ട് ബോഡി അൺലൈക്ക് ആണ്, ദാറ്റ് മീൻസ് ഡിഫറെൻ്റ് ആണ്. ഇവർ ഓൾവേസ് അട്രാക്ട് ചെയ്യും, എപ്പോഴും അട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ രണ്ട് ബോഡീസും ഓൾവേസ് അട്രാക്ട് ഈച്ച് അതർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെയിം ചാർജസ് അല്ലെങ്കിൽ ലൈക്ക് ചാർജസ് ഓൾവേസ് റിപ്പൽ ഈച്ച് അതർ. യു ഡു നോട്ട് അട്രാക്ട് ചെയ്യില്ല, ഓൾവേസ് റിപ്പൽ ഈച്ച് അതർ. അടുത്തുകൊണ്ടിരുന്ന റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, I hope you all understood that portion. നമുക്ക് നെക്സ്റ്റ് പോർഷൻ പഠിക്കാം. ചാർജസ്. ചാർജ് 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, സ്റ്റാറ്റിക്സ് ആയിട്ടും ഡൈനാമിക്സ് ആയിട്ടും. നമ്മൾ ഈ ഡൈനാമിക്സ് ഒക്കെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡൈനാമിക് ഫ്ലോ ഓഫ് മോഷൻ, ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്സ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ചാർജസ് റെസ്റ്റിലുള്ള ചാർജുമുണ്ട്, മോഷനിലുള്ള ചാർജുമുണ്ട്. 2 ടൈപ്സ് ഓഫ് ചാർജ് ഉണ്ട്. റെസ്റ്റ് ചാർജസ് അറ്റ് റെസ്റ്റ് ആൻഡ് ചാർജ് അറ്റ് മോഷൻ. റെസ്റ്റ് ആണ് സ്റ്റാറ്റിക്സ്, മോഷനാണ് ഡൈനാമിക്സ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ടും ചാർജസ് അറ്റ് റെസ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഭയങ്കര നോയ്സ് ആണ്, അപ്പം നിങ്ങൾ എന്തായാലും സോറി ഫോർ ദാറ്റ്. നമ്മൾ വെഹിക്കിൾസ് എല്ലാം പോകാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കേണ്ടത് മെത്തേഡ്സ് ഓഫ് ചാർജിങ്. ഒരു ബോഡി ചാർജ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് കണ്ടക്ഷനും ഇൻഡക്ഷൻ ആൻഡ് ഫ്രിക്ഷൻ. ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ വി യൂസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ഫ്രിക്ഷൻ. ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടേഴ്സ് വി യൂസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇൻസുലേറ്റേഴ്സ്, എന്താണ് ഈ കണ്ടക്ടേഴ്സ്? വി ഹാവ് ഓൾറെഡി ലേൺ, വി ക്യാൻ ജസ്റ്റ് റിവൈസ് ദാറ്റ്. കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് വിച്ച് അലൗ കറണ്ട് ടു പാസ് ത്രൂ ദം ഈസിലി. ഇപ്പം ഈ ബോഡി കറണ്ട് അല്ലെങ്കിൽ ഹീറ്റ് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഹീറ്റ് പാസ് ചെയ്യുമ്പം ഫ്ലോ ചെയ്ത് ഇപ്പുറത്തെത്തുന്നുണ്ട്, കറണ്ട് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനത്തെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ വിടുന്ന സംഭവങ്ങളാണ് നമ്മുടെ കണ്ടക്ടേഴ്സ്. ബട്ട് ഇൻസുലേറ്റേഴ്സ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് അലൗ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഹീറ്റ് ടു പാസ് ത്രൂ ദം ഈസിലി. അത് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ അവരെ വിടൂല. അപ്പം അവരാണ് ഇൻസുലേറ്റേഴ്സ്. അവരെ മെത്തേഡ് ഓഫ് ചാർജിങ് ആണ് ഫ്രിക്ഷൻ, ഇവരെ മെത്തേഡ് ഓഫ് ചാർജിങ് ആണ് കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രിക്ഷൻ പഠിക്കാം. എന്താണ് ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി മീൻസ് ചാർജ് ഒബ്റ്റെയിൻഡ് ബൈ എ ബോഡി വെൻ റബ്ബിങ് വിത്ത് അനദർ ബോഡി. എൻ്റെ എക്സാമിൽ 2 ബോഡീസ് എടുത്തിട്ടുണ്ട്, ബട്ട് ഇത് പ്രാക്ടിക്കലായിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് രണ്ടും ചാർജ് ആവാത്ത ബോഡികളാണ്. സോ ലെറ്റ്സ് സി. നമ്മൾ ചാർജ് ഒബ്റ്റെയിൻഡ് ബൈ എ ബോഡി വെൻ റബ്ബിങ് വിത്ത് അനദർ ബോഡി. മറ്റൊരു ബോഡിയുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാർജ്. അപ്പം നമുക്ക് ഈ ഒരു ബോഡിക്ക് ചാർജ് കിട്ടാൻ പോക്കാം ബൈ റബ്ബിങ് വിത്ത് അനദർ ബോഡി. മറ്റൊരു ബോഡിയുമായിട്ട് റബ്ബ് ചെയ്യുമ്പം നമ്മുടെ ഈ ബോഡി ഈസ് ഗെറ്റിംഗ് ചാർജ്ഡ്. സോ ചാർജ് ഒബ്റ്റെയിൻഡ് ബൈ എ ബോഡി വെൻ റബ്ബിങ് വിത്ത് അനദർ ബോഡി, ഇറ്റ് ഈസ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അധികമായിട്ട് കാണുന്ന ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും. അപ്പം വെൻ ദ ഗ്ലാസ് റോഡ് ഇസ് റബ്ഡ് അഗെയിൻസ്റ്റ് സിൽക്ക് ക്ലോത്ത്, നമ്മുടെ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ സെഷൻസ് അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ വേ ഓഫ് ലേണിങ്ങിൽ ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് മെജോറിറ്റി മാക്സിമം പോയ 5 മിനിറ്റ്സ് ഞാൻ ബ്രേക്ക് എടുക്കാറുണ്ട്. ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ബ്രേക്ക് എടുത്താൽ ഐ വിൽ ജസ്റ്റ് ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് തിന്നിട്ട് വരും. പിന്നെ ബ്രദറുണ്ട്, എനിക്കൊരു ചെറിയ ബ്രദറുണ്ട്, അവനോടായിട്ട് ഫൈറ്റ് എല്ലാം ചെയ്തിട്ട് വരും. അപ്പം നമ്മുടെ മൈൻഡ് റിലാക്സ് ആയിട്ട് മാറും. അപ്പം നൗ ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. ബാക്ക് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ ബ്രേക്ക് എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പം കുറച്ചൊരു ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിഫ്രഷ് ആവും, ആക്റ്റീവ് ആവും, നമ്മളെപ്പോലെ സ്മാർട്ട് ആവും. അപ്പോൾ അതാ സംഭവം. നമ്മളെ ബ്രെയിനിന് നമ്മളിപ്പം നന്നായിട്ട് ന്യൂട്രിയൻസ്, മിനറൽസ്, വാട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പം അത് ഓൾവേസ് റിഫ്രഷ് ആൻഡ് ആക്റ്റീവ് ആവും. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളിത് പഠിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മളെ ബ്രെയിൻ അത് സാധിച്ചെടുക്കും. ബ്രെയിനും അതൊരു ഒരു ചലഞ്ചായിട്ട് മാറും. അപ്പം നമുക്ക് നല്ലതാണ്. നമ്മുടെ ബ്രെയിൻ ഒരു ചലഞ്ചായിട്ട് എടുക്കുമ്പം ദെൻ വി വിൽ ലേൺ എവറിത്തിങ് ഈസിലി. കുറേ ടോപ്പിക്സ് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് 1 hour അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ആ ഒരു രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, ടഫ് ടോപ്പിക്സ് ആയാൽ പോലും. അപ്പം നിങ്ങളെപ്പോഴും ബ്രെയിൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഞങ്ങൾ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ലാസ്റ്റ് വി ക്യാൻ ലേൺ വാട്ട് ഈസ് ഇലക്ട്രോസ്കോപ്പ്. നമ്മൾ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ബാരോമീറ്റർ, നാനോമീറ്റർ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് അനദർ ഡിവൈസ് ടു ഡിറ്റക്ട് ചാർജ്. ചാർജ് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് അല്ലെങ്കിൽ ഒരു ബോഡിയാണ് ഇലക്ട്രോസ്കോപ്പ്. അടിപൊളിയല്ലേ? ഇലക്ട്രോസ്കോപ്പ് ഇറ്റ് ഈസ് എ ഡിവൈസ് ടു ഡിറ്റക്ട് ചാർജ്. അപ്പം നമ്മൾ ഇതും പഠിച്ചു കഴിഞ്ഞു. ഫ്രിക്ഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. കണ്ടക്ഷനും ഇൻഡക്ഷനും
ലെറ്റ് us ലേൺ നെക്സ്റ്റ് ക്ലാസ്. ബിക്കോസ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് ഫിസിക്സ്. എന്താ അറിയില്ല, പണ്ടേ എനിക്ക് ഫിസിക്സ് പഠിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ബട്ട് എന്തായാലും പഠിച്ചേ പറ്റൂ. ബിക്കോസ് ഞാനൊരു എൻട്രൻസ് എഴുതുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം ഐ ഹാവ് ടു മെയിൻലി ഫോക്കസ് ഓൺ ബയോളജി, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. ചിലപ്പം ഫിസിക്സിൻ്റെ തിയറി ഭാഗം ഐ ലൈക്ക് ടു ലേൺ. ബട്ട് പ്രോബ്ലംസ് വരുമ്പോഴാണ് ഞാൻ ഭയങ്കര സാഡ് ആവുന്നത്. സോ പക്ഷെ നമുക്കതൊക്കെ മാറ്റണം, റൈറ്റ്? എല്ലാം നമ്മൾ അതിജീവിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ എൻ്റെ ബോർഡിൽ എഴുതിയിട്ട് ഞാൻ ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്, റഫായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ പഠിച്ചതൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാം. നമ്മൾ ചാർജ് പഠിച്ചു, യൂണിറ്റ് പഠിച്ചു, അഡിക്റ്റീവ് പഠിച്ചു, കൺസർവേറ്റീവ്. നമ്മൾ ആൽഫബാറ്റിക്കൽ ഓർഡറിൽ പഠിച്ചാൽ മതി. ഇപ്പം A ഫോർ അഡിക്റ്റീവ് ആണ്, B ഇല്ല, C ഫോർ കൺസർവേറ്റീവ് ആണ്, പിന്നെ ലാസ്റ്റ് R റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയൻ്റ് ആണ്. ലൈക്ക് ചാർജസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നതും വെലോസിറ്റി ഇൻഡിപെൻഡൻ്റ് ആവുന്നതും, പിന്നെ അറ്റോമിക് ചാർജിൻ്റെ നമ്മൾ ഒരു ചെറിയ മോഡലാക്കി പഠിച്ചു. 2 types of charge also we learned. 2 types of charge, rest of motion ഉള്ളതും 3 methods of charge. We also learned about frictional electricity. Then at last, not the least, we learned electroscope. So today's learning session is all set. നമ്മൾ ഇന്ന് ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പം ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങനെ ക്ലാസ്സസ് ഒന്നും ഇപ്പം ഇല്ല. അപ്പോൾ റിപ്പീറ്റാണ് എല്ലാ ക്ലാസ്സസും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് കേൾക്കുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എന്താണ് ഞാനും പഠിക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്ക് സയൻസ് ആണ്. വി ഹാവ് മെനി റെക്കോർഡ് വർക്ക്സ് ഉണ്ട്, ബയോളജി, കെമിസ്ട്രി, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ തുടങ്ങി. ബിക്കോസ് കുറേ പോർഷൻസൊക്കെ നമ്മൾ ഓൾറെഡി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ആക്കി വെച്ചാൽ വി വിൽ ബി ഫ്രീ ലേറ്റർ. ഫ്രീ ആവില്ല എന്തായാലും. ബിക്കോസ് ഈ ഒരു ടൈം +2 കഴിഞ്ഞാൽ എൻട്രൻസ്, പിന്നെ ഡിഗ്രി, ആ ഒരു ലെവലെല്ലാം ഫുൾ ബിസി ആയിരിക്കും. സോ എന്താ, നിങ്ങൾ പഠിക്കുക, നല്ലോണം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഡോണ്ട് വെയിറ്റ് ഫോർ ടീച്ചേഴ്സ്, ഡോണ്ട് വെയിറ്റ് ഫോർ എനി അതേഴ്സ്. ലേൺ യുവർ പോർഷൻസ് കറക്റ്റ്ലി, കംപ്ലീറ്റ്ലി ആൻഡ് അക്യുറേറ്റ്ലി. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എൻ്റെ ഈ ലേണിംഗ് സെഷൻ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.